ആലുവയിലൊക്കെ വരുന്നവർക്ക് ഏറ്റവും നല്ലൊരു ജെൻസ് ഹോസ്റ്റലാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് നമുക്ക് മാസം 2000 രൂപയാണ് റെൻ്റ് വരുന്നത്. അപ്പം നല്ലൊരു ഹോസ്റ്റലാണ്. ഒരു സിംഗിൾ സ്പേസിൽ പേര് വരുന്നത് MMH മെൻസ് ഹോസ്റ്റൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട്. ഗ്രേറ്റ് ലൈൻ 2 റോഡെന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ റോഡ് വരുന്ന വഴിയിൽ നമുക്ക് ഇന്ത്യൻ ഗ്യാസിൻ്റെ ഓഫീസുണ്ട്. പിന്നെ പോലീസിൻ്റെ സഹകരണ വകുപ്പിൻ്റെ ഓഫീസുണ്ട്. പിന്നെ റോമായി ഇത് കയറുമ്പോൾ തന്നെ റോമായി എന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഷോറൂമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു റോഡ് തന്നെയാണ് ഈ ഒരു ഹോസ്റ്റലും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിന് നേരെ തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, അൽ അൻസർ. മുസ്ലിംസൊക്കെ ആണെങ്കിൽ പള്ളിയും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഏറ്റവും നല്ല ഒരു ഹോസ്റ്റൽ തന്നെയാണ് ഇത് നമുക്കിവിടെ. പിന്നെ ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ വരുന്നത് കുടിവെള്ളമുണ്ട് ഏറ്റവും ടോപ്പിൽ. പിന്നെ അലക്കാനുള്ള സൗകര്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ, തുണി നനച്ചിടാനുള്ള സൗകര്യം ഇതെല്ലാം ഉണ്ട്. പിന്നെ 4 ഷെയറിംഗ് ആണ് വരുന്നത്. ഒരു റൂമിൽ 4 പേര് അധികം നല്ല ഗ്യാപ്പുള്ള റൂംസ് തന്നെയാണ്. അതിൻ്റെ രീതിയിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ജോലിക്കാർക്കും സ്റ്റുഡൻസിനൊക്കെ ഒരുപോലെ ഫലപ്രദമാകുന്നൊരു ഹോസ്റ്റലാണ്. അപ്പം നിങ്ങൾ ഒന്ന് നോക്കുക. നമ്മളൊരു ജസ്റ്റ് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു. പിന്നെ അടുത്ത് തന്നെ നമുക്ക് ഫുഡ് ഇല്ല. ഫുഡ് നമ്മൾ അടുത്ത് തന്നെ ഒരു വീടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 4000 രൂപയാണ്, 4500 അപ്പോൾ അവർ 4000 രൂപയ്ക്ക് അവർ ചെയ്തു തരും. അവരോട് സംസാരിക്കുക. തൊട്ടടുത്ത് തന്നെയാണ്, അവിടെ കാണാൻ പറ്റും. ഹോസ്റ്റല് നട കയറി പോകണം. നമുക്കൊരു ഫസ്റ്റ് ഫ്ലോർ മുതൽ സെക്കൻഡ് ഫ്ലോർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോറൊന്നുമില്ല. അപ്പം നടയൊക്കെ കയറി പോകേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളവർക്ക്, ഹോസ്റ്റൽ നോക്കുന്നവർക്ക് ചെറിയൊരു വാടക നിൽക്കാൻ പറ്റിയ നല്ലൊരു ഹോസ്റ്റൽ തന്നെയാണ് നല്ലൊരു. പിന്നെ മുകളിൽ ആൾക്കാരുടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് റൂം വരുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള റൂമുകളും കാര്യങ്ങളും നട കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യം. നട കയറി ഏറ്റവും ടോപ്പിൽ ചെല്ലണം. അലക്കാനും ഒക്കെയുള്ള ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അതാണ് ഫുഡ് കഴിക്കാനൊക്കെയുള്ള സൗകര്യമാണ്. എല്ലാം അലക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ തന്നെ അലക്കുമല്ല വരുന്നത്. പിന്നെ വഴി പുറകെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ.